എല്ലാവർക്കും നമസ്കാരം. ഞാൻ തിരുവ രാമകൃഷ്ണൻ. എൻ്റെ സ്ഥലം മാഹിയാണ്. ഇപ്പം കുറേ ആയിട്ട് എറണാകുളത്ത് തന്നെ സെറ്റിൽഡ് ആണ്. സോ ഞാൻ സിനിമ ഫീൽഡിലേക്ക് ജസ്റ്റ് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു മൂവിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിനെനിക്ക് ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ ഡയറക്ടർ സർ ആമിർ സാറിനോടാണ്. സോ ആമിർ സാറാണ് ഈ മൂവിയിലേക്ക് എന്നെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഹീറോ ആൻഡ് പ്രൊഡ്യൂസർ സുരാജേട്ടൻ ആൻഡ് ലിസ്റ്റൻ സർ, എല്ലാവരോടും ഒരുപാട് നന്ദി. പിന്നെ എൻ്റെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോ ആക്ടേഴ്സ് പറയാനുള്ളൊരു ഇതൊന്നും എനിക്കില്ല. എന്നുവെച്ചാൽ അവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വെറ്ററൻ ആക്ടേഴ്സാണ്. എന്നാൽ അവരുടെ കൂടെ ഇങ്ങനെ ഒരു മൂവിയിൽ ഒരു ചാൻസ് കിട്ടിയത് ഒരു വലിയൊരു ബ്ലെസ്സിംഗ് ആയി ഞാൻ കാണുന്നു. താങ്ക് യു എവരിവൺ. എല്ലാവരും ഈ മൂവി കാണാം. ഒരു ഡിസപ്പോയിൻമെൻറ്റും ഉണ്ടാവില്ല. ഇറ്റ്സ് എ വെരി എൻ്റർടൈനിങ് മൂവി. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് പ്രസൻ്റ് ആണിത്. എല്ലാവരും സ്വീകരിക്കാം. താങ്ക് യു. It's more like your hard work getting paid, and it's more like നമ്മൾ പറയില്ല മറ്റേ സന്തൂർ മമ്മി ചെറുപ്പം കണ്ട പ്രായം പറയില്ല, ആ ഒരു സെറ്റപ്പാണ്. She worked really hard for this. So once again, big round of applause and thanks a lot. നമസ്കാരം. സുരാജും ഞാനും കുറച്ചു മുമ്പ് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റ് ആയതുകൊണ്ട് കാരണം സുരാജിന് അറിയാം. ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരുമിച്ച്. വർഷങ്ങളായിട്ടുള്ള പരിചയം. സുരാജ് പണ്ട് കൈരളി ചാനലിൽ എമിക്രി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സമയത്ത് ഞങ്ങൾ മ്യൂസിക് ഷോ ചെയ്യാനായിട്ട് കൈരളിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചാനലിന്റെ തിരുമുറ്റത്ത് വെച്ചുകൊണ്ടുള്ള പരിചയം തുടങ്ങിയതാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സുരാജ് സിനിമ നടനായി നാഷണൽ അവാർഡ് കിട്ടി. ഒന്നും കാണാണ്ട് സുരാജ് നിർമ്മാതാവാകില്ല എന്ന് എനിക്കറിയാം. കാരണം എല്ലാം ചിന്തിച്ചിട്ട് ചെയ്യുന്ന ആളാണ് സുരാജ്. വിലാസിനി സിനിമാസിന്റെ പേരിൽ ഈ സിനിമ നിർമ്മിക്കാനായിട്ട് സുരാജും അതോടൊപ്പം തന്നെ ഒരുപാട് ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ലിസ്റ്റിൽ ഒന്നും കാണാത്ത ലിസ്റ്റിലും ഈ ചിത്രം ഏറ്റെടുക്കില്ല എന്ന് എനിക്കറിയാം. ഇതൊരു വൻ സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ പറയുന്നു. താങ്ക് യു. നമ്മുടെ സിനിമ ഇൻഡസ്ട്രി മൊത്തം ഒരു പോസ്റ്റ് കോവിഡ് ഒരു ബാറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വലുതും ചെറുതുമായ എല്ലാ സിനിമകൾക്കും ഒരു സപ്പോർട്ട് വേണ്ട ഒരു കാലഘട്ടമാണ് ഇത്. ഈ പറഞ്ഞ ഡിസംബറിൽ വലിയ പടങ്ങൾ ഇറങ്ങുന്ന കൂട്ടത്തിൽ ലിസ്റ്റും സുരാജ് ഒരു വലിയ റിസ്ക് ആണ്. ബട്ട് സ്റ്റിൽ ഐ തിങ്ക് അവർ ആ സിനിമയെ ട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം ചെറിയ സിനിമയാണെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ട സപ്പോർട്ട് ആ തിയേറ്ററിലെത്തുമ്പോൾ പ്രേക്ഷകർ കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ഈവനിങ് ഇപ്പോൾ ഇവിടെ എത്തി എനിക്ക് വളരെ സന്തോഷം. കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഇവരുടെ ഒരുവിധം എല്ലാവരും കൂടെ ഉണ്ട്. സുരാജനാട്ടെ, ഗ്രേസ്, നിരഞ്ജന, ഷാലു ചേട്ടൻ, ഷാലി ചേട്ടൻ എല്ലാവരും ഒപ്പം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അവരെല്ലാവരും കാണാൻ പറ്റി. എല്ലാവരും കാണാൻ പറ്റിയ സന്തോഷം. അപ്പം ഓൾ ദ ബെസ്റ്റ് ഇതിൻ്റെ ഡയറക്ടർക്കും റൈറ്റർക്കും ഇതിൻ്റെ DOPക്കും മ്യൂസിക് ഡയറക്ടർക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് വരട്ടെ. എല്ലാവർക്കും നമസ്കാരം. ED എന്ന് പറയുന്ന സിനിമയുടെ എല്ലാ അണിയറപ്രവർത്തകർക്കും എല്ലാ നടീനടന്മാർക്കും എല്ലാവിധ ഭാവങ്ങളുടെയും സിനിമ ഒരു വൻ വിജയമാവട്ടെ, ഒരു എക്സ്ട്രാ ഓർഡിനറി ഹിറ്റാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരാജ് വെഞ്ഞാറപ്പോഴും ഞാനായിട്ടുള്ള ബന്ധം തുടങ്ങിയിട്ട് കുറേ വർഷമായി. സുരാജ് ഒരു സിനിമ വെച്ചിട്ട് പറഞ്ഞു ഞാൻ എക്സ്ട്രാ ഡീസൻ്റായി തോന്നാം ചോദിച്ചു. അതെന്താ ഇത്ര നാൾ അല്ലല്ല, ഞാൻ എക്സ്ട്രാ ഡീസൻ്റ് പടം ചെയ്യാൻ പോവാണ്, അവിടത്തേക്ക് റേഞ്ച് കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും സുരാജുമായിട്ട് മായാവി തൊട്ട് ഏതാണ്ട് 2 കൺട്രീസ് വരെ 10-12 സിനിമകളിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ട് എൻ്റെ എല്ലാ സിനിമകളിലും വളരെ നല്ല പ്രകടനം കാഴ്ചവെക്കുകയും ഒത്തിരി ചിരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള സിരാജ് പിന്നീട് നമ്മളിലേക്ക് മുമ്പിൽ വളരെ വലിയൊരു എന്താ പറയുക വലിയ കഥാപാത്രങ്ങൾ ചെയ്ത് രാഷ്ട്രീയ അവാർഡ് വരുത്തി. ഇപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ സുരാജിൻ്റെ കഥാപാത്രം നമ്മൾ ഇതുവരെ കണ്ട സുരാജല്ല, വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സിനിമയ്ക്കും ആ വ്യത്യസ്തത ഉണ്ടാവട്ടെ. നല്ല ഒരു ഗംഭീര വിജയം ഈ ക്രിസ്മസിന് ഈ സിനിമയിലൂടെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ സിനിമയുടെ 2 പ്രൊഡ്യൂസർമാരും എൻ്റെ സിനിമാ ജീവിതവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ്. സുരാജ്
സുരാജിനെ ഞാൻ ആദ്യമായി കാണുന്നത് എൻ്റെ ചോട്ടാ മുംബൈയിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ്. അതിൽ രണ്ടേ രണ്ട് സീനാണ് സുരാജ് അഭിനയിച്ചതെങ്കിലും വളരെ ഗംഭീരമായിട്ട് ചെയ്തു. അതിനുശേഷം എൻ്റെ ഒട്ടുമിക്ക സിനിമകളിലും സുരാജ് നല്ല വേഷങ്ങൾ ചെയ്തു. അണ്ണൻ തമ്പി, ചട്ടമ്പി നാട്, ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ്, അങ്ങനെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും സുരാജ് ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ വിളിച്ചു ചോദിക്കുമായിരുന്നു, അണ്ണാ ഞാനില്ലേ എന്ന് ഇരിക്കുമ്പോൾ സുരാജിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയ കഥാപാത്രമായിരുന്നു ദശമൂലം സാമു. അപ്പൊ അങ്ങനെ അഭിനയത്തിന്റെ കഴിവുകൊണ്ട് നല്ല ഇൻപുട്ട് നമുക്ക് തന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് സുരാജ്. സുരാജ് ഇപ്പോൾ നിർമ്മാതാവിന്റെ വേഷത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ലെസ്റ്റിൻ വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ സിനിമ ചെയ്യാനായിട്ട് ആദ്യം വരുന്നത് എൻ്റെ അടുത്താണ്. അന്ന് ഈ നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പയ്യനാണോ നിർമ്മാതാവായിട്ട് വരുന്നതെന്നുള്ള ഒരു ആശങ്കയുടെ പുറത്ത് ഞാൻ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞയച്ച ഒരാളാണ് ജസ്റ്റ്. പിന്നീടാണ് ഞാൻ അറിയുന്നത് അത് അബദ്ധമായി പോയി. കാരണം ഇത്ര വലിയൊരു ഗംഭീരനായ നിർമ്മാതാവിനെയാണ് ഞാനന്ന് നിരുത്സാഹപ്പെടുത്തി എന്നുള്ള കുറ്റബോധം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഏതായാലും ലെസ്റ്റിനും സുരാജിനും നിറയെ കാശ് കിട്ടട്ടെ, ഈ പടം സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. എക്സ്ട്രാ ഡീസൻ്റ് എന്ന സിനിമയ്ക്കും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും നിർമ്മാതാക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. സിനിമ ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സുരാജൻ്റെ ഒരു സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത്, ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിൽ. സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് സുരാജ് ഒരുപാട് തമാശ സിനിമകൾ ചെയ്യുന്ന സമയത്താണ് ഞാൻ സുരാജിനെ വിളിച്ചിട്ട് ഇങ്ങനെയാണ് കഥാപാത്രം ചെയ്യാൻ ആവശ്യപ്പെട്ടത്. ഭയങ്കരമായി ടൈമിങ്ങുള്ള എല്ലാ രീതിയിൽ തമാശ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. തമാശ ചെയ്യാൻ അറിയാവുന്ന സുരാജിനെ ഞാൻ ആക്ഷൻ റോബിജിനെ അഭിനയിപ്പിച്ച ശേഷം പിന്നീട് സുരാജിനെ ഒരുപാട് കഥാപാത്രങ്ങളായിട്ട് കണ്ടു. ഒരുപാട് സീരിയസ് ആയിട്ടുള്ള സിനിമകൾ സുരാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും സുരാജിനോട് പറയാറുണ്ട്, നിങ്ങളെപ്പോലെ ഇങ്ങനെ ഇളകി ആടാൻ അറിയാവുന്ന ഒരാൾ തമാശ നന്നായി ചെയ്യുന്ന സിനിമകൾ കൂടി ചെയ്യണം. അപ്പോൾ സുരാജ് പറയുന്നത് നമുക്കൊന്നും ചെയ്യാം എന്ന് പറയും. ഈ സിനിമയുടെ ക്ലിപ്പിങ്സ് എല്ലാം കണ്ടപ്പോൾ സുരാജ് അങ്ങ് ഇളകി ആടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര രസമായിട്ടുണ്ട് എൻ്റെ വിഷ്വൽസ് എല്ലാം. അങ്ങനെ കാലിബറുള്ള ഒരാളാണ്. അങ്ങനെ തന്നെ അവൻ്റെ സിനിമ ആശംസിക്കുന്നു. താങ്ക് യു.